ഓരോ IPL മത്സരങ്ങളും വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ ഉണ്ടാക്കുന്നത്. അവസാന സ്ഥാനത്ത് നിൽക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് പോലും ടൂർണമെന്റ് പ്ലേ ഓഫ് സാധ്യതയുമായി മികച്ചൊരു വിജയത്തോടു കൂടി തിരിച്ചു വന്നിരിക്കുകയാണ്. നിർണായകമായ മത്സരത്തിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെയാണ് നേരിടുന്നത്. ഈ മത്സരത്തിന് മുന്നേ രാജസ്ഥാന്റെ പ്ലേയിങ് ഇലവനുമായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ബാറ്റിംഗിലും ബൗളിംഗിലും ചില അനിവാര്യമായ നീക്കങ്ങളിലൂടെ കടന്നു പോവുകയാണ് രാജസ്ഥാൻ റോയൽസ്. കഴിഞ്ഞ മത്സരം പരിഗണിക്കുകയാണെങ്കിൽ ടീമിന് മികച്ച സ്ട്രൈക്ക് റേറ്റിൽ റൺസ് ഉയർത്താനായി സാധിക്കാതെ പോയത് തന്നെയാണ് RCBക്കെതിരായ മത്സരത്തിൽ ടീമിന്റെ പരാജയ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ബൗളിംഗിൽ ടീമിന്റെ മോശം പ്രകടനവും വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. ഡൽഹിക്കെതിരായ മത്സരത്തിനായി ഇറങ്ങുമ്പോൾ ബാറ്റിംഗ് ലൈനപ്പിലാണ് ആദ്യ മാറ്റം പറയുന്നത്. ജയ്സ്വാൾ സാംസൺ ഓപ്പണിംഗിന് ശേഷം മൂന്നാം നമ്പറിൽ സ്ഥിരതയാർന്നൊരു പ്രകടനം കാഴ്ചവെക്കാനായി സാധിക്കാത്ത സാഹചര്യത്തിൽ യുവതാരം സൂര്യാൻഷിയെ ടീമിന്റെ മൂന്നാം നമ്പറിലേക്ക് പരിഗണിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. ഇമ്പാക്ട് പ്ലെയറായ അദ്ദേഹം ആദ്യ ഇന്നിംഗ്സിൽ എത്തുമ്പോൾ പകരക്കാരനായി കുമാർ കാർത്തികയായിരിക്കും രണ്ടാം ഇന്നിംഗ്സിൽ എത്തുക. ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ചേഞ്ചുകൾ പരിഗണിക്കുകയാണെങ്കിൽ തുഷാർ ദേശ്പാണ്ഡെയ്ക്ക് പകരം ആകാശ് മധുവാളിനെ ടീം നാളത്തെ പ്ലേയിങ് ഇലവനിലേക്ക് പരിഗണിക്കുമെന്നുള്ള റിപ്പോർട്ടുകളും കാണുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ രണ്ട് നീക്കങ്ങൾ തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസിന് ഗുണം ചെയ്യുമോ? അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.